Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you. പ്രാർത്ഥനയുടെ ഉത്ഭവം. അനുഭവത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉത്ഭവം. ഏകാഗ്രതയും അനുകമ്പയും ഞാൻ നിങ്ങളിലേക്ക് പകരും. ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കാനുള്ള വരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രാർത്ഥന വരം, പ്രാർത്ഥന അഭിഷേകം ഞാൻ നിങ്ങളിലൂടെ പകരുന്നു. ഇപ്പോൾ തന്നെ സഭ മുഴുവനും ഒരു പ്രാർത്ഥന അഭിഷേകം ഒഴുകുന്നു. നിങ്ങളിലൂടെ ഞാൻ ഒഴുക്കുന്നു. സ്വീകരിക്കുക. ആമേൻ, ആമേൻ. വചനത്തിന്റെ അടയാളമായിട്ട് എലിവേദന കർത്താവ് സൗഖ്യം കൊടുക്കും. എലിവേദന, വലതുവശത്തുള്ള എലിവേദന. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. കർത്താവേ, ജ്ഞാനം നൽകണമേ കർത്താവേ. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2631 ഖണ്ഡികയാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. 2631. റോസലിൻ ചേച്ചിയുടെ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ? റോസലിൻ ചേച്ചിയുടെ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ 2631 കേട്ടോ. 2631 ഖണ്ഡികയാണ്. അപ്പോൾ അത് വായിക്കട്ടെ. എല്ലാവരും എടുത്തോ? യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ ശ്രദ്ധിക്കണേ. നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരു അവശ്യ വ്യവസ്ഥയാണത്. അപ്പം അതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുകയാണ്, ചുങ്കക്കാരനെ പോലെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന ആ സുവിശേഷ ഭാഗത്തെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളെയാണ്, രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. ശരിക്കും എന്താണ് ഇവിടെ അപ്പോൾ എന്നെ ഈ ഖണ്ഡിക വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സ്പർശിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്
അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കിതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം ഈ ഖണ്ഡിക കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയണേ? ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ആ ഖണ്ഡിക ഒന്ന് മുഴുവൻ വായിക്കട്ടെ. യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരനെ പോലെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണിത്. 205 എന്നുള്ള നമ്പർ ഇട്ടിട്ട് അതിൽ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13 വരെ തുടങ്ങുന്ന വചനങ്ങളാണ്. അത് ഈ ഫരിസേയനും ചുങ്കക്കാരനുമാണ്. അപ്പോൾ ഞാൻ അടിയിലേക്ക് വായിക്കാം. വിശ്വാസപൂർവകമായ വിനയവും പിതാവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവും തമ്മിലും നമ്മൾ തമ്മിലുമുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതിൻ ഫലമായി നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും ആവശ്യമായ വ്യവസ്ഥയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അല്ലേ എന്താ നമുക്ക് മനസ്സിലായേ? അപ്പോൾ അതിനെ നമ്മൾ ചില ഭാഗങ്ങളെ നമ്മൾ മറ്റു പ്രബോധനത്തിൽ നിന്നും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിനു മുൻപ് 2 പോയിന്റുകളാണ് എനിക്കിതിൽ സ്പർശിച്ചത്. 2 പോയിന്റുകളാണ് ഞാൻ കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യ പടി മാപ്പിരക്കലാണ്. എന്നിട്ട് പിന്നെ പറയാണ്, നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണിത്. അപ്പം മാപ്പിരക്കുക അതൊരവശ്യ വ്യവസ്ഥയാണ് പ്രാർത്ഥനയുടെ. അപ്പം എന്തിനാണ് നമ്മൾ മാപ്പിരക്കുന്നത്? ആരോടാണ് മാപ്പിരക്കുന്നത്? കർത്താവിനോട് അല്ലേ, ദൈവത്തോടാണ് മാപ്പിരക്കുന്നത്. എന്തിനാണ് മാപ്പിരക്കുന്നത്? ഇപ്പം ഇവിടെ ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വ്യക്തിത്വങ്ങളെ 2 വിഭാഗത്തിൽപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്, ഫരിസേയനും ചുങ്കക്കാരനും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം നിങ്ങളോട് മാത്രമല്ല എന്നോടും ആദ്യമേ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ പാപികളാണ്, നമ്മൾ നീതിമാന്മാരാണ് എന്നുള്ള ഒരു തോന്നലാണ് നമ്മൾക്കെപ്പോഴും മറ്റുള്ളവരുടെ മറ്റുള്ളവർ തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ദേഷ്യമാണ്. മനസ്സിലായോ? നമ്മൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീതിമാനാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ പാപമൊന്നും എന്നിലില്ല എന്നൊരു ചിന്താധാര എന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവനെ പോലെ ഒരു ഇവൻ്റെ പോലെയൊന്നും പാപം ചെയ്യുന്നൊന്നുമില്ല എന്നൊരവസ്ഥ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പാപിയാണ്, ഞാൻ അത്ര വലിയ പാപിയൊന്നുമല്ല എന്നൊരു ചിന്താധാര എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പാപിയാണെന്നും പറഞ്ഞ് മാപ്പിരക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്, ഞാൻ പാപിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള നമ്മളെപ്പോലെ പാപാവസ്ഥയിലായിരിക്കുന്ന അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അവരെ നോക്കിക്കാണുന്നത്? ഞാൻ അവനേക്കാൾ കേമനാണെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അവനെപ്പോലെ ഒരു പാപിയായ ആളൊന്നും അല്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ വലിയ പാപിയൊന്നും അല്ല എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്.
നമുക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് നമ്മൾ അല്ലേ, നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട്. അപ്പം നമുക്ക് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ബൈബിൾ നിങ്ങളൊന്നും എടുത്ത് എല്ലാവരും ആ ബൈബിൾ എടുത്തേ. ആ ഫരിസേനും ചുങ്കക്കാരനും ആ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ പോകണം. അപ്പം ഇവിടെ ഫസ്റ്റ് തുടങ്ങണത് തന്നെ വലിയൊരു ഉൾക്കാഴ്ച നൽകിക്കൊണ്ടാണ്. ആ വചനം ആദ്യമേ തന്നെ ആ സുവിശേഷ ഭാഗം 18-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ ആണ് ഫരിസേനും ചുങ്കക്കാരനും. എടുത്തോ, നിങ്ങളെല്ലാവരും എടുത്തോ ബൈബിൾ, അതിൻ്റെ സുവിശേഷം എടുത്തു. കാരണം അത് നോക്കിയിരിക്കണം, എന്നാലാണ് അത് ഞാൻ ഇവിടെ വായിക്കുമ്പോൾ അത് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം അതിൻ്റേതായ വലിയൊരു പോയിൻ്റാണ് ആദ്യം തുടങ്ങണത് തന്നെ. ശ്രദ്ധിക്കണേ. ഫരിസേനും ചുങ്കക്കാരൻ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ, കണ്ടോ, ശ്രദ്ധിക്കണേ, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ, കണ്ടോ, നമ്മൾ അല്ലേ, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും, കണ്ടോ, തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളിൽ ആശ്രയിക്കുക, തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരൻ. ഫരിസേയൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. കണ്ടോ, ഇവിടെ മനസ്സിലായോ? തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ ഫരിസേയൻ്റെ അവസ്ഥയാണ്. മനസ്സിലായോ? എന്താണ് അവസ്ഥ? തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണ. അപ്പം ഇത് പൂർത്തിയാക്കണേക്ക് മുമ്പ് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ 2 വ്യക്തിത്വങ്ങളെ, ഈ 2 കാറ്റഗറി അല്ലെ, 2 വിഭാഗത്തിൽപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ നമ്മളെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്, ചുങ്കക്കാരനെ ഫരിസേയനും. നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏത് ഭാഗത്തിൽ പെടുന്ന ആളാണ്? ഞാൻ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണ്? ഇങ്ങനെ ഒരു ചിന്താധാര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ കേട്ടോ. ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഈ 2 വ്യക്തിത്വങ്ങളെ നമ്മളെ ഈ 18-ാം അധ്യായത്തിലൂടെ ലൂക്ക സുവിശേഷകൻ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളതിൽ ആരിൽ പെടുമെന്നുള്ളതാണ്. മനസ്സിലായേ? ഞാൻ പറയും, ഞാൻ ഫരിസേയനിൽ പെടുമെന്ന് ഞാൻ പറയും. ഞാൻ എന്ത് പറയും? ഞാൻ ഫരിസേയ മനോഭാവത്തിൽ പെടുന്ന ആളാണ്. കാരണം ഞാൻ നീതിമാനാണെന്ന ധാരണ എനിക്കുണ്ട്. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരു നീതിമാൻ ആണെന്ന ഒരു ധാരണ. അത് ഏറ്റവും വലിയ അപകടമാണ്. ഇതാണ് ഫരിസേയ മനോഭാവം. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ ഇതിൽ ആരിൽ പെടും, ഏത് വിഭാഗത്തിൽ പെടും? ഞാൻ ഉത്തരം പറഞ്ഞു, ഞാൻ ആരിൽ പെടും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടോ, ഞാൻ ആരിൽ പെടുന്നു? ഞാൻ ഫരിസേയനിൽ പെടും. കാരണം ഞാൻ മറ്റുള്ളവരുടെ കുറ്റം നോക്കി നടക്കുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഞാനൊരു നീതിമാൻ ആണെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. എന്നിൽ വലിയ പാപമൊന്നുമില്ലെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ, കണ്ടോ, 10 കൽപ്പനകൾ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. മനസ്സിലായോ? ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു.
കണ്ടോ? ആര് പറയണു? ഈ ഫരിസേയൻ പറയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുകയും എനിക്ക് ലഭിക്കുന്ന സകലത്തിൽ നിന്നും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. ആ ചുങ്കക്കാരനാകട്ടെ, കണ്ടു, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് കണ്ടു. ഇതാണ് ലത്തീൻ ആരാധന ക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആദ്യത്തെ പാപം മോചിപ്പിക്കാൻ, അല്ലെ, ക്ഷമയാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാം അത് കേട്ടിട്ടുണ്ട് അല്ലേ? ആ ചുങ്കക്കാരനാകട്ടെ, അല്ലേ, സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അപ്പം ഈ പ്രാർത്ഥനയാണ് ലത്തീൻ ആരാധനക്രമത്തിൽ, അല്ലേ, ആ ലിറ്റർജിയിൽ എന്നും നമ്മൾ ഏറ്റുപറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. എന്താണ്? എൻ്റെ പിഴ. അപ്പോൾ ഫരിസേയൻ പറയാണ്, ഞാൻ എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. പക്ഷേ ഈ ചുങ്കക്കാരൻ എന്താ പറയണേ? ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. കണ്ടോ? ഇവിടെ ഈ 2 വ്യക്തിത്വങ്ങളിൽ ഒരാൾ ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കാൻ, അല്ലെങ്കിൽ എന്നിൽ പാപമുണ്ടെന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കുന്നു. പക്ഷേ മറ്റൊരാളോ ഞാൻ പാപി മാത്രമാണെന്ന് പറയാൻ അവൻ തുനിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഈ 2 വ്യക്തിത്വങ്ങളിൽ നമ്മൾ ആരിൽ പെടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ, എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ, അതായത് ഈ ചുങ്കക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട്, അല്ലേ, ഇത് ഉപമയാണ് അല്ലേ, ഈശോ പറയാണ്, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതിമത്കരിക്കപ്പെട്ടവനായി. കണ്ടു? ഇവൻ ആ ഫരിസേയനേക്കാൾ നീതിമത്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, ഉയർത്തപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെന്നാണ് ആ വചനഭാഗം? ഫസ്റ്റ് നമ്മൾ ഈ ഫരിസേയനും ചുങ്കക്കാരൻ എന്നുള്ള ആ ഭാഗത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഇത് കണ്ടോ നിങ്ങൾ? എന്നെ ഇത്ര നാളും എന്നെ അത് സ്പർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഞാനത്, അല്ലെങ്കിൽ ഇന്നലെയാണ് ഞാനത് ശ്രദ്ധിക്കണത്. എന്തെന്നാണ്? തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ അപ്പം ഞാൻ കറക്റ്റായിട്ട് അപ്പം എൻ്റെ മനസ്സിൽ വന്നത് എന്നെ തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്, മറ്റെല്ലാ, അല്ലേ, സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്, ചെറിയ രീതിയിലൊക്കെ സുവിശേഷം പറ്റണ പോലെ പ്രഘോഷിക്കുന്നുണ്ട്. അപ്പം ഞാനെന്തോ നല്ല ആളാണ് എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. ഇത് നമ്മളിലേക്ക് തന്നെയുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ്. മനസ്സിലായ? ഒരു യൂ-ടേൺ എടുക്കുക. നമ്മൾ ശരിക്ക് ഈ ഫരിസേയൻ്റെ കൂട്ടത്തിലല്ലേ ശരിക്ക്? നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, സോറി, ക്ഷമിക്കുക. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. ഞാൻ ഈ ഫരിസേയൻ്റെ കൂട്ടത്തിലാണ്. മനസ്സിലായോ? ഞാൻ ആ ചുങ്കക്കാരൻ്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നുണയായി പോവും.
അപ്പോൾ ആദ്യത്തെ ആ വചനം തന്നെ തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ, അതെന്നെ വളരെയധികം സ്പർശിച്ചു. ഇത്രയും നാളും ഇത്രയും വർഷമായിട്ട് 25 വർഷത്തോളമായി ഈ ബൈബിളിൻ്റെ ഈ വചനം 25 വർഷം മുമ്പാണ് ഞാൻ ഈ വചനമൊക്കെ ആദ്യം വായിക്കണത്. ഈ 10 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഇത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് എന്നെ ഈ വചനം അല്ലേ തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ, ഞാൻ പല പ്രാവശ്യം ഇത് പറയണത് ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായതിനെ ഞാനൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കാം. എന്തൊരു വലിയ ഒരു ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കണല്ലേ, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ. നമ്മൾക്കൊക്കെ നമ്മളെന്ന് തന്നെയാണ് എൻ്റെ വായിൽ വരണേ ഇല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ്, ഞാൻ ആണ് എന്നുള്ളൊരു രീതിയാണ് എൻ്റെ ചിന്തയിൽ. അപ്പം ഞാൻ CCC എന്നതൊന്നും കൂടി വായിക്കട്ടെ. യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ഉണ്ടോ? മാപ്പിരക്കലാണ്. ആരുടെ മുമ്പിലാണ്? കർത്താവിൻ്റെ മുമ്പിൽ. എന്തിനു വേണ്ടിയാണ് മാപ്പിരക്കുന്നത്? ഞാൻ പാപിയാണ്, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയാണെന്ന് നമ്മൾ ഏറ്റു പറയുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ കുറവുകളുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെ പാപാവസ്ഥയിലായിരിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറണേ? ഞാൻ അവനേക്കാൾ ഇത്തിരി ബെറ്ററാണ്, കേമനാണെന്നുള്ള നിലയിലല്ലേ ഞാൻ പെരുമാറാറുള്ളത്? അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ ഇത്തിരി മദ്യപിച്ച് വരുമ്പോൾ ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ല, അപ്പം ഞാൻ അവനേക്കാൾ കേമനാണ് എന്നുള്ള ഒരു ചിന്ത, ഞാൻ നീതിമാനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയാണ്. ഇതാണ് ഫരിസേയ മനോഭാവം. ഇത് വലിയ അപകടമാണ്. ആത്മീയ ജീവിതത്തെ തകിടം മറിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ചിന്താധാര. എന്നെ ശരിക്കും എനിക്കിങ്ങനെ ക്ലോക്കിൽ സൂചി കറങ്ങണ പോലെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിന്ത തന്നെ. എന്തെന്ന്? ഞാൻ ഫരിസേയൻ്റെ കൂടെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ നീതിമാനാണെന്ന് ഞാനിങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കുറ്റമല്ലേ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ കുറവുകൾ. അപ്പോൾ യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരന് പോലെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ, നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണ്. അപ്പോൾ ഒരു വ്യവസ്ഥയാണ്, അവശ്യ വ്യവസ്ഥയാണ് എന്ത്? ഈ മാപ്പിരക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവാണ്, മനസ്സിലായോ? അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കേൾക്കണുണ്ടോ ഇത് പറയണേ? എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? നിങ്ങൾക്ക് കേൾക്കണുണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് കണ്ടോ, ഇത് ദൈവത്തിൻ്റെ നാമം കരുണയാണ് അല്ലേ എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രബോധനമാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കവർ ഇതൊന്നും അല്ല, മനസ്സിലായത്? ഇപ്പം ഞാനിതിങ്ങനെ PDF എനിക്ക് ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. സഭ ഇതിൻ്റെ ശരിക്കുള്ള പുസ്തകം ഞാൻ കണ്ടിട്ടും കൂടിയില്ല. അപ്പം നമ്മൾ PDF ഇതിങ്ങനെ ആക്കിയെടുത്താണ്. അപ്പം ഇവിടെ വലിയൊരു അപ്പം ഞാൻ ഈ തങ്ങൾ നീതിമാന്മാരാണെന്ന് അല്ലേ, നമ്മളിപ്പോൾ ആ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം തുടങ്ങണ ആ വചനവും ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഈ സെൻറ്റൻസും യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരനെ പോലെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരു അവശ്യ വ്യവസ്ഥയാണിതെന്നൊക്കെ വായിച്ചപ്പോൾ എന്ത് ഡോക്യുമെൻ്റ്, ഏത് പ്രബോധനം വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക്
ചർച്ച ചെയ്യാൻ പറ്റും അല്ലേ, അതിന് പഠിക്കാൻ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. അപ്പോഴാണ് കർത്താവ് എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തന്നത്. അല്ലെങ്കിൽ അതെനിക്ക് വലിയൊരു കൃപയാണല്ലോ. കാരണം എന്തെങ്കിലും എങ്ങനെ കൂടുതൽ അല്ലേ, കൂടുതൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്ന കാര്യം ഇന്ന പുസ്തകം എടുത്ത് വായിക്കി, അല്ലെങ്കിൽ ഇന്ന ആ പുസ്തകത്തിൽ ഇന്ന ഭാഗം എടുത്ത് വായിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് തരാറുണ്ട്. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ കിട്ടിയൊരു പോർഷനാണ് ഈ പ്രബോധനത്തിൽ നിന്നൊരു പോർഷൻ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. അതിൻ്റെ PDF ഞാൻ ഇട്ടിരുന്നു. പിന്നെ അതുകൂടാതെ ആ ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ എല്ലാവരിലും ഇട്ടിരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ ആ PDF പുസ്തക രൂപത്തിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അപ്പം ഞാൻ അതിലേക്ക് കടക്കണേണ്. അപ്പം ഞാനതൊന്ന് വായിക്കട്ടെ. നിങ്ങൾ ആ സെൻറ്റൻസൊക്കെ ഞാനിവിടെ വായിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോണിൽ നിന്ന് മാറ്റി നിങ്ങളത് മാറ്റി എഴുതിയെടുക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന്. കാരണം അത് ഇവിടെ വായിക്കുമ്പോൾ നിങ്ങളത് നോക്കിയിരിക്കണത്. ഞാനത് വായിക്കാൻ പോണേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിച്ച പിന്നാമ്പുറ വിശേഷം വെളിപ്പെടുത്തിയാൽ അഭിമുഖത്തെ നേരിടുന്ന വ്യക്തി അസ്വസ്ഥനാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇടയെന്നാണ് വായിക്കണത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വ്യക്തത പെട്ടെന്ന് ആദ്യമൊക്കെ വായിക്കുമ്പോൾ കിട്ടിയില്ലെന്ന് വരും. പക്ഷേ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇതിന് വ്യക്തത വരും. ശ്രദ്ധിക്കണം കേട്ടോ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. നമ്മെ തന്നെ പാപികളായി അംഗീകരിക്കുന്നതിലെ, കണ്ടോ, നമ്മെ തന്നെ പാപികളായി അംഗീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിച്ചോ നിങ്ങളത്? എന്താണ് പറയണേ? നമ്മളെ തന്നെ പാപികളായി അതായത് ഞാൻ എന്നെ തന്നെ പാപിയായി അംഗീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്നിൽ തിന്മയുണ്ടെന്ന് സമ്മതിക്കാനായിട്ട്. ഞാൻ പറയണ കേൾക്കണുണ്ടോ? അതായത് വലിയ വലിയ വിഷയമാണ് കേട്ടോ ഇത്. അതാണ് ഞാൻ ഈ ഇടക്കിടക്ക് കേൾക്കണുണ്ടോ എന്നൊക്കെ ചോദിക്കണത്. ആവർത്തനം ആയിട്ടല്ല, ഇത് വലിയൊരു വിഷയമാണ്. കാരണം ഞാൻ എന്നിൽ പാപമുണ്ട്, എന്നിൽ തിന്മയുണ്ടെന്ന് സമ്മതിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു കുറവുണ്ടെന്ന് പറയാനായിട്ട്. കണ്ടോ, ആ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ചുങ്കക്കാരനും ഫരിസേൻ്റെ അത് തുടങ്ങണതും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ നിന്ന് തുടങ്ങണതും നോക്കിയേ. നമ്മെ തന്നെ പാപികളായി അംഗീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ പറയുന്ന വ്യക്തിയും ഞങ്ങൾ ചർച്ച ചെയ്തു. കണ്ടോ, നമ്മെ തന്നെ പാപികളായി അംഗീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിത് പല പ്രാവശ്യവും പറയണത്. ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പലവട്ടം പറയണേ. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. ഇവിടെ കുറേയും കൂടി എളിമപ്പെടാനും ഒക്കെ പറ്റിയ നമ്മൾ കുറച്ചുകൂടി ഒക്കെ വളരാൻ ചാൻസ് ഉണ്ട്, വളരാൻ. അതുകൊണ്ടാണ് ഈ പല പ്രാവശ്യം എടുത്ത് പറയണത്, ഒരു വാക്ക് തന്നെ പല ആവർത്തി വായിക്കണത്. കണ്ടു, ഞാൻ സത്യത്തിൽ കിടുങ്ങിപ്പോയി. ഇങ്ങനൊരു വാക്ക് ഞാൻ ആ ലൂക്കായുടെ സുവിശേഷം ആദ്യത്തെ വചനം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണല്ലോ, ഞാൻ ഫരിസേൻ്റെ അവസ്ഥയിലാണല്ലോ ഞാനൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അല്ലേ ഇങ്ങനൊരു പ്രചോദനം കിട്ടണം. ഈ ദൈവത്തിൻ്റെ നാമം കരുണയാണ്, അതെടുത്ത് വായിക്കാൻ പറഞ്ഞു. അതെടുത്ത് വായിക്കി. അപ്പം അങ്ങനെ മറിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അത്രയും ഇതായിട്ടില്ല, അത്രയും എൻ്റെ ഉള്ളിലേക്ക് ഇത് കടന്നിട്ടില്ല. ഉണ്ടോ, ഞാൻ പ്രത്യേകിച്ച് നമ്മെ തന്നെ പാപികളായി അംഗീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ശ്രദ്ധിച്ചിരിക്കണോട്ടോ, നിങ്ങൾ ആ ഓരോ വാക്കിലും ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പനെയാണ് ഈ പറയണേ. ഫ്രാൻസിസ് ഊന്നി പറഞ്ഞത് ഞാൻ ആദ്യത്തെ കരട് കോപ്പിയിൽ എഴുതി. ശ്രദ്ധിക്കണേ, മരുന്ന് അവിടെയുണ്ട്, സൗഖ്യം അവിടെയുണ്ട്. നാം ദൈവത്തിലേക്ക് ഒരു ചുവട് വച്ചാൽ മതി. അപ്പം ഇത് ആ ആദ്യത്തെ കരട് രൂപത്തിൽ എഴുതിയിരിക്കുന്നത്, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ചർച്ച ചെയ്യുകയാണ്. ആ പശ്ചാത്തലം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വായിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണേണ്, ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടണേ. ഇത് വായിച്ചതിന് ശേഷമേ ഒരു ചുവട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ
ദൈവത്തിൻ്റെ അടുത്തോട്ട് ഒരു ചുവട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ച് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടു. എന്താണത്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും. കണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇത് എൻ്റെ ജീവിതവുമായിട്ട് എനിക്ക് വളരെ കോർത്തിണക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? എന്തെന്നാണ് അവിടെ എഴുതിയേക്കണത്? ദൈവത്തിൻ്റെ അടുത്തോട്ട് ഒരു ചുവട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ആ കരട് അല്ല, ആദ്യത്തെ കരട് ഇതിൽ കോപ്പിയിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാണ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. എന്തെന്നാണത്? അതായത് അതിനുള്ളൊരു ആഗ്രഹം പോലും ഉണ്ടായാൽ മതി. മനസ്സിലായോ? ചുവട് വെക്കുക എന്നുള്ളതിൻ്റെ ആഗ്രഹം ഉണ്ടായാൽ മതി. പറയണ പോയിന്റ് മനസ്സിലായോ? ഇപ്പം ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പഴയ ആൾക്കാർ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ വീണ്ടും അത് പറയാനിങ്ങനെ തോന്നണേണ്. അത് പറയാതെ മുന്നോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു ഇദ്ദേഹത്തിനോട്. എന്തെന്നാണത് പറഞ്ഞത്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും. ഇതിൽ പഴയ ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് വീണ്ടും എടുത്ത് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പുതിയ ചില ആൾക്കാരുണ്ട്, അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങളെല്ലാവരും കേൾക്കണുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ ഇത് ശ്രദ്ധിക്കണേ. ഒരു കാലഘട്ടത്തിൽ ഞാൻ തോമസ് പോളിൻ്റെ കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ, ആദ്യത്തെ, അതായത് 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. അതെനിക്ക് നിർത്താൻ പറ്റണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനെ ഇങ്ങനെ ഞാനത് എന്താണ് എൻ്റെ ഇങ്ങനെ അല്ലേ, അങ്ങനെ 2 വഞ്ചിയിൽ കാലുകുത്തി നിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റെ. പുറമേ നോക്കുമ്പോൾ ഞാൻ വലിയ ആത്മീയത ഉണ്ട് എന്ന് ഭാവിക്കുന്നു. പക്ഷേ അകമേ എനിക്ക് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ സ്വയംഭോഗം ചെയ്യണ ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറണമെന്ന് ഉള്ളിലാഗ്രഹമുണ്ട്. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ എൻ്റെ ബലഹീനമാക്കപ്പെട്ട ശരീരത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ധ്യാനം അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ ഷേവ് ചെയ്യാൻ വെച്ചിരുന്ന പുതിയ 7 o'clock ബ്ലേഡ് അതെടുത്തിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ചിന്ത എന്താണ്? അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ജനനേന്ദ്രിയം ഞാൻ മുറിച്ച് കളയാൻ തീരുമാനം എടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. എൻ്റെ ജനനേന്ദ്രിയം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട്. ഇത് കേട്ടവർക്ക് അത് കുഴപ്പമില്ല, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് 2025 വർഷം അല്ലെങ്കിൽ 26ാമത്തെ വർഷമാണ് ഇപ്പോൾ. മനസ്സിലായോ? ഒരു സെക്കൻഡ്, എൻ്റെ ഇടയിൽ അഡ്മിറ്റ് വന്നേക്കണ ആരാ? ഒരു സെക്കൻഡ്. ലിനി ഇപ്പോഴാണ് കയറണേ. ഇപ്പോൾ ഷാജുവിൻ്റെ കൂടെ ഉണ്ടായില്ലേ? ഓക്കെ, ഞാനിത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഞാൻ ആ ഒരു ഇതിലോട്ട് വരാണ്. മനസ്സിലായോ? ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നത്? എവിടെയായിരുന്നു നിന്നത്? അപ്പം എനിക്ക് എൻ്റെ ജനനേന്ദ്രിയം മുറിച്ച് കളയാൻ ഞാൻ തീരുമാനം എടുക്കുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഞാൻ ആ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ കുറ്റി ഇടുന്ന സമയത്ത്, അതിൻ്റെ ആ ലോക്ക് ഇടുന്ന സമയത്ത് ഒരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് വരാണ്. അതൊന്ന് ആലോചിച്ച് നോക്കി. പരിശുദ്ധാത്മാവ് നയിക്കണതേ. ഇങ്ങനെ സ്വരം വരാണ്. എന്തെന്ന്? അത് അങ്ങനെ ചെയ്യാനുള്ള അധികാരം നിനക്കില്ല. അങ്ങനെ ചെയ്യാനുള്ള അധികാരം നിനക്കില്ല. കാരണം അത് നീ ഉണ്ടാക്കിയതാണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് ആരായിരിക്കും ചോദിച്ചത്? ആരായിരിക്കും ചോദിച്ചത്?
എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം ചോദിക്കുകയാണ്, അത് ചെയ്യാനുള്ള അധികാരം നിനക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതുണ്ടാക്കിയത് നീയാണോ? അപ്പോൾ ഉടനെ ഞാൻ തീരുമാനം, അല്ലേ, എനിക്ക് എന്തോ പോലെ തോന്നി, ഞാനത് ചെയ്യാൻ പോണത് ശരിയല്ലല്ലോ. പക്ഷെ എനിക്ക് എന്നിട്ടും ഒരു അല്ലേ, ഒരു തൃപ്തിയാകുന്നില്ല. ഒരു മനപ്രയാസം തന്നെയായിരുന്നു. അങ്ങനെ മറ്റൊരു തീരുമാനം എടുത്തു. എൻ്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ 11ഓളം അല്ലെങ്കിൽ 10ലധികം മുറിവുകൾ ഞാൻ ഈ ബ്ലേഡ് കൊണ്ടുണ്ടാക്കി. എന്തിനാണെന്ന് വെച്ചാൽ അത്രയും നാളെങ്കിലും ഞാൻ എൻ്റെ ഈ ബലഹീനതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന ആ ഒരു ഇതായിരുന്നു എനിക്ക്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ചുവടുവെപ്പ് കണ്ടു. മനസ്സിലായോ? അന്ന് ഞാൻ ഈ ഒരു പ്രബോധനം ഒന്നും ഇങ്ങനൊരു പ്രബോധനം ഉണ്ടെന്നേ എനിക്കറിയില്ല. ഇങ്ങനൊരു പ്രബോധനം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിട്ടുമില്ല, എഴുതിയിട്ടുണ്ടാവണമെന്നില്ല. എനിക്കറിയില്ല ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതിയെന്നുള്ളതിനെക്കുറിച്ച് ഒരറിവ് കിട്ടുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടില്ല. മനസ്സിലായോ? ഈ പ്രബോധനം അന്ന് ഉണ്ടായിരുന്നോന്നും എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. ഞാനിത് വായിക്കാൻ എനിക്ക് കിട്ടിയിട്ട് ഒരു 6-7 വർഷത്തിൻ്റെ ഇടയിലാവണുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഞാൻ ആ വാക്കൊന്നും കൂടി വായിക്കട്ടെ, ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ആണ്ടോ, മരുന്ന് അവിടെയുണ്ട്, സൗഖ്യം അവിടെയുണ്ട്. നാം ദൈവത്തിലേക്ക് ഒരു ചുവട് വെച്ചാൽ മതി. നാം ദൈവത്തിലേക്ക് ഒരു ചുവട് വെച്ചാൽ മതി. അത് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ച് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ പാപ്പ ആവശ്യപ്പെടുകയാണ്. എന്തെന്നാണ് അത് ആവശ്യം? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും. കണ്ടു, ആഗ്രഹം പോലും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആ ബലഹീനമാക്കപ്പെട്ട എൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ പാപാവസ്ഥയിൽ നിന്ന്, ആ തിന്മ നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കണം. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് അത് നടക്കണില്ല. പക്ഷേ എനിക്ക് എന്താ ഇപ്പം എൻ്റെ അവസ്ഥ? ഞാൻ ശക്തനല്ല, ഞാൻ അശക്തനാണ്. എൻ്റെ കഴിവോ അല്ലെങ്കിൽ എൻ്റെ ശക്തി കൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു ആഗ്രഹം, ശ്രദ്ധിക്കണേ, അതിൻ്റെ ഒരു ആഗ്രഹം ഞാൻ കാഴ്ചവെക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ചോ. കണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും എന്നതായിരുന്നു ആ തിരുത്ത്. കണ്ടോ, എന്നതായിരുന്നു ആ തിരുത്ത്. ഇതുകൂടി ഒന്ന് എഴുതി ചേർക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. മനസ്സിലായോ? ആ അവസ്ഥ സീനൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനൊരു വാചകം വന്നില്ലായിരുന്നെങ്കിലോ ഈ പ്രബോധനത്തിൽ, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും എന്ന ആ വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടില്ലായിരുന്നെങ്കിലോ ഈ പ്രബോധനത്തിൽ? എന്നിട്ട് വായിക്കാണ്, എന്നതായിരുന്നു ആ തിരുത്ത്. ഇതെൻ്റെ സംഗ്രഹത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയ വാചകമായിരുന്നു. ഉണ്ടോ? ഇതെൻ്റെ സംഗ്രഹത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയ വാചകമായിരുന്നു. ഈ കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ വാചകം പൂർണ്ണമാക്കാനുള്ള പദങ്ങളുടെ പുനഃസ്ഥാപനം ദൈവത്തിൻ്റെ കരുണയുള്ള ഹൃദയവുമായി സ്വയം ഒത്തുചേരാൻ ശ്രമിച്ചുകൊണ്ട് പാപികളിലേക്ക് എത്തിച്ചേരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടുള്ള ഇടയൻ്റെ വിശാലമായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നതായി അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഹൃദയത്തിൻ്റെ വിശാലതയെ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. മനസ്സിലായോ? ആ ഇടയൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത, പാപികളെ തേടി വരുന്ന ഇടയൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത. അപ്പം ഇങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിലേ, ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറയാനാണ്, ഇങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിലേ നമുക്ക് ആ അനുഭവം വേണ്ടേ? ആ അനുഭവം ഇല്ലാണ്ട് എങ്ങനെ എഴുതും? ആ ഒരു ദൈവത്തിലേക്ക് ചുവട് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്ക്, അങ്ങനെയുള്ളൊരാഗ്രഹം പോലും ഉണ്ടായാൽ മതി. ചുവട് വെക്കണമെന്നില്ല, അങ്ങനെയുള്ളൊരാഗ്രഹം ഉണ്ടായാൽ മതി. മനസ്സിലായോ? അപ്പം അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ
അദ്ദേഹം കടന്നുപോയ വഴികളിൽ അല്ലേ അങ്ങനൊരു ആഗ്രഹം അദ്ദേഹം അല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റിയത്. എനിക്കങ്ങനെയാണ് തോന്നണത്, അല്ലാണ്ട് എഴുതാൻ പറ്റില്ല. ഈ ഒരു വാക്കില്ലായിരുന്നെങ്കിൽ ഈ പ്രബോധനം എങ്ങനെയായി തീരുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. ഒറ്റ വാക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം പോലും ചുവട് വെച്ചിട്ടില്ല, വെക്കാൻ നോക്കിയിട്ട് പറ്റണമില്ല, അശക്തനാണ്. പക്ഷേ ഇപ്പം ഇവിടെ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ആഗ്രഹിക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടും എനിക്ക് ആധികാരികമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതിനെ വളരെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇടയൻ്റെ വിശാലമായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നത്. ക്ഷമിക്കാനുള്ള സമ്മാനം നൽകാൻ ശ്രമിക്കുന്നതിൽ എത്ര ചെറുതാണെങ്കിലും ഒരു സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. കണ്ടോ, ക്ഷമിക്കാനുള്ള സാധ്യത എത്ര ചെറുതാണെങ്കിലും ഒരു സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. ദൈവം തുറന്ന കരങ്ങളോടെ നമ്മെ കാത്തിരിക്കുന്നു. മുടിയനായ പുത്രനെ പോലെ നമുക്ക് അവിടുന്നിലേക്ക് ഒരു ചുവട് വെച്ചാൽ മാത്രം മതി. കണ്ടോ, ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം മുടിയനായ ധൂർത്തുപുത്രൻ്റെ ഉപമയാണ്. അവിടെ അവൻ ആ പന്നിക്കൂട്ടിൽ കിടക്കുന്ന സമയത്ത് അവന് സുബോധമുണ്ടായി എന്നൊരു വാക്ക് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം അവൻ ആലോചിക്കണതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അപ്പം അവന് ഉറപ്പാണ് ഞാൻ അവൻ്റെ പിതാവാണ്. അപ്പോൾ അവിടെ ചെന്നാൽ എന്നെ എന്തായാലും സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവന്. ദാസൻ ഞാനൊരു ദാസനായിട്ടെങ്കിലും ആ വീട്ടിൽ, ആ രാജ്യത്തിൽ ഒരു അംഗം ഒരു ദാസനായിട്ടെങ്കിലും ഞാൻ അവിടെ കയറി പറ്റും. അതിൽ നിന്ന് തന്നെ എൻ്റെ പിതാവ് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ പിതാവ് എന്താ ചെയ്തത്? അവനെ മകനായിട്ട് സ്വീകരിക്കുകയാണ്. മുടിയനായ പുത്രനെ പോലെ നമുക്ക് അവിടുന്നിലേക്ക് ഒരു ചുവട് വെച്ചാൽ മാത്രം മതി. എന്നാൽ ശ്രദ്ധിക്കണേ, എന്നാൽ നാം ദുർബലരാണെങ്കിൽ, കണ്ടോ, എന്നാൽ നാം ദുർബലരാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് ശക്തിയില്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരു ചുവട് വയ്ക്കാനായിട്ട്. ദുർബലരാണെങ്കിൽ ആ ചുവട് വയ്പ് നടത്താൻ നമുക്ക് ശക്തിയില്ലാതായാലും നാം ദുർബലരാണെങ്കിൽ ആ ചുവട് വെപ്പ് നടത്താൻ നമുക്ക് ശക്തിയില്ലാതായാലും അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മാത്രം മതിയാകും. അതാണ് അതിനുള്ള ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരു ചുവട് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്ക്, അതിനുള്ള ആഗ്രഹം പോലും ഉണ്ടായാൽ മതി. അതാണ് നമ്മൾ ദുർബലരാണെങ്കിലും ആ ചുവട് വെപ്പ് നടത്താൻ നമുക്ക് ശക്തിയില്ലാതായാലും അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മാത്രം മതി. എന്ത് സംഭവിക്കും? ഈ തുടക്കത്തോടെ കൃപ പ്രവർത്തിച്ചു തുടങ്ങും. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഏത് തുടക്കത്തോടെ നമ്മൾ ദൈവത്തിലേക്ക് ഒരു ചുവട് വെപ്പ് വയ്ക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തുടങ്ങുന്നതിനോടെ, ആ തുടക്കത്തോടെ കൃപ പ്രവർത്തിച്ചു തുടങ്ങും. ഇതെൻ്റെ ജീവിതത്തിൽ നടന്നതല്ലേ. ഇന്ന് ഞാൻ സ്വയംഭോഗം ചെയ്യാൻ എനിക്ക് പറ്റില്ല. മനസ്സിലാവണ്ടോ? ഞാൻ ചെയ്തിരുന്ന പല തിന്മകളും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് കേട്ടോ, പല കാര്യങ്ങളും ദേഷ്യപ്പെടാറുണ്ട്, പല പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ തുടക്കത്തോടെ കൃപ പ്രവർത്തിച്ചു തുടങ്ങും. സഭയുടെ അനുഭവങ്ങൾക്ക് അനുസൃതമായി കരുണ ലഭിക്കും. സഭയുടെ അനുഭവങ്ങൾക്ക് അനുസൃതമായി കരുണ ലഭിക്കും.
ഇവിടെ ഒരു കസ്റ്റംസ് ഓഫീസറായിട്ടല്ല സഭ പ്രവർത്തിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു കസ്റ്റംസ് ഓഫീസറായിട്ടല്ല സഭ പ്രവർത്തിക്കുന്നത്. പിന്നെയോ ഒരേജൻ്റാണ്. ക്ഷമിക്കാൻ സാധ്യമായ എല്ലാ വഴികളും അവൾ അന്വേഷിക്കുന്നു. ആരന്വേഷിക്കുന്നു? സഭ. ഇത് നോക്കിയേ, ഞാനിവിടെ ഈ ഭാഗത്തെ മൈ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതി വെച്ച് ഇപ്പോഴല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടോ. അപ്പോൾ ഇത് ശരിക്ക് എൻ്റെ ജീവിതത്തിലെ ഇത് എന്നെ ഇങ്ങനെയൊക്കെ ഫ്രാൻസിസ് പാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ അറിയണേക്ക് മുൻപേ എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അല്ലേ, പല തിന്മകളും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇതെന്തിനും ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്താണ് ഇങ്ങനെയൊക്കെയുള്ള തിന്മകളൊക്കെ ചെയ്ത ആളാണല്ലോ ഞാൻ എന്നുള്ള ഒരു ഇത്. പക്ഷെ ആ തിന്മകളെ ദൈവം നന്മയാക്കി മാറ്റിയ ഒരു സവിശേഷമായ ജീവിതാനുഭവമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നല്ലല്ലോ എടുത്ത് പറയാൻ പറ്റുക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നല്ല എടുത്ത് പറയാൻ പറ്റുക. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്, വളരെ പക്ക ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിലൊരു തിന്മയുണ്ടായ എനിക്ക് ഉടനെ അറിയാം, ഞാൻ അതിൽ വളരെ നമ്മളധികം ആകുലൻ ആകാറില്ല. പെട്ടെന്നൊരു ടെൻഷൻ അടിക്കുമായിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ മുമ്പിലോട്ട് നമ്മൾ ടെൻഷനായിട്ട് പോകില്ല. കാരണം പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ തിന്മയെ നന്മയാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല. മനസ്സിലായി? ഇതുപോലത്തെ പ്രബോധനം നമുക്ക് എവിടെ കിട്ടും? കത്തോലിക്ക സഭയിൽ നിന്നല്ലാതെ. എന്നിട്ട് ഇതിനേക്കാ വീണ്ടും അരക്കിട്ടുറപ്പിക്കാനായിട്ട് മറ്റൊരു കാര്യവും കൂടി ഇതിലോട് കൂട്ടിച്ചേർത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലോട്ട് നമ്മൾ പോവാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ബ്രൂസ്, നിങ്ങളെല്ലാവരും ഇത് കേൾക്കണുണ്ടോ? ഇത് കേൾക്കണുണ്ടോ നിങ്ങളെല്ലാവരും? മനസ്സിലായി? ബ്രൂസ് മാർഷലിൻ്റെ ടു എവ്രി മാൻ എ പെനി എന്ന നോവലിൽ, അപ്പോൾ ഒരു ബ്രൂസ് മാർഷലിൻ്റെ ഒരു നോവലിൻ്റെ പേരാണ് ടു എവ്രി മാൻ എ പെനി എന്ന നോവലിൽ സദൃശ്യമായ ഒരു സാഹചര്യമുണ്ട്. ഉണ്ടോ? ഈ മുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ വായിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ബാക്കി അടിയിലേക്ക് അതിനെ അരക്കിട്ടുറപ്പിക്കാനായിട്ടൊരു സാഹചര്യം പറയാണ്. ഒരു സംഭവം, ഒരു കഥ, ഒരു വെറും കഥയല്ല, നടന്നൊരു കഥ പറയുക. എന്തെന്നാണത്? ബ്രൂസ് മാർഷലിൻ്റെ ടു എവ്രി മാൻ എ പെനി എന്ന നോവലിൽ സദൃശ്യമായൊരു സാഹചര്യമുണ്ട്. നോവലിലെ നായകൻ ഗാസ്റ്റൺ എന്ന യുവ വൈദികനാണ്. കണ്ടോ? നോവലിലെ നായകൻ ഗാസ്റ്റൺ എന്ന ഒരു യുവ വൈദികനാണ്. ഫ്രഞ്ച് പക്ഷക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ച യുവാവായ ഒരു ജർമ്മൻ പട്ടാളക്കാരൻ്റെ കുമ്പസാരം ഗാസ്റ്റൺ കേൾക്കേണ്ടി വന്നു. കണ്ടോ? ഫ്രഞ്ച് പക്ഷക്കാരായ പട്ടാളക്കാർ ജർമ്മൻ പട്ടാളക്കാരനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, വധശിക്ഷയ്ക്ക് കോടതിയിൽ ഹാജരാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചേക്കാണ്. നിസ്സാര കാര്യമൊന്നുമല്ല, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ആ ജർമ്മൻ പട്ടാളക്കാരൻ. അപ്പം അങ്ങനെ ഇരിക്കെ കുമ്പസാരിക്കാനായിട്ട് ഗാസ്റ്റൺ എന്ന ഈ വൈദികൻ്റെ അടുത്തേക്ക് ഈ ജർമ്മൻ പട്ടാളക്കാരൻ കടന്നു വരികയാണ്. സ്ത്രീകളോടുള്ള തൻ്റെ അഭിനിവേശവും തനിക്കുണ്ടായ അനേകം സാഹസികാനുഭവങ്ങളും പട്ടാളക്കാരൻ ഏറ്റുപറയുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടാനും പാപമോചനം ലഭിക്കുവാനും വേണ്ടി വൈദികൻ പട്ടാളക്കാരനോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്നു. ഉണ്ടോ? അപ്പം നീ മാനസാന്തരപ്പെടണം എന്നീ പട്ടാളക്കാരനോട് ഗാസ്റ്റൺ എന്ന യുവ വൈദികൻ പറയുകയാണ്. അപ്പോൾ ഈ യുവാവ് പറയാണ്, ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനതൊരു നാടകീയമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്നത് ഇങ്ങനെയാണ്. ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു, അതായത് എനിക്ക് എങ്ങനെ പശ്ചാത്തപിക്കാൻ കഴിയും? വളരെ ദുർബലനായിക്കൊണ്ടിട്ടാണ് ആ പട്ടാളക്കാരൻ ഈ യുവ വൈദികനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെന്നാണ് പറയണത്? എങ്ങനെ എനിക്ക് പശ്ചാത്തപിക്കാൻ കഴിയും? ഇതെല്ലാം ഞാൻ ആസ്വദിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇനിയും അവസരം ലഭിച്ചാൽ ഞാൻ ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. എൻ്റെ അവസ്ഥ അതാണ്, ഞാൻ ദുർബലനാണ്. മനസ്സിലായോ?
അതുകൊണ്ട് പശ്ചാത്തപിക്കാൻ എനിക്ക് അങ്ങനെ കഴിയും. അല്ല, എനിക്ക് പശ്ചാത്തപിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല. അപ്പം അതാണ് നാം ദുർബലരാണെങ്കിലും നമ്മൾക്ക് ശക്തി ഇല്ലാതായാലും ആ ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചാൽ മാത്രം മതിയാകും. പശ്ചാത്തപിക്കാൻ എങ്ങനെ കഴിയും? കാരണം ഞാനിതൊക്കെ ആസ്വദിച്ച് ചെയ്തതാണ്. ഞാൻ ഇനി അവസരം കിട്ടി അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല എന്ന് ഈ പട്ടാളക്കാരൻ യുവവൈദികനായ ഗാസ്റ്റനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണീരൊഴുക്കിക്കൊണ്ടായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക, കുമ്പസാരിച്ചിട്ടുണ്ടാവുക. ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ്, മരിക്കാൻ വിധി അടയാളപ്പെടുത്തി കഴിഞ്ഞ ആ മനുഷ്യൻ, കണ്ടോ, മരിക്കാൻ വിധി അടയാളപ്പെടുത്തി കഴിഞ്ഞ, അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ ആ മനുഷ്യന് പാപമോചനം നൽകാൻ വൈദികനായ ഗാസ്റ്റന് ആഗ്രഹമുണ്ട്. കണ്ടോ, ആഗ്രഹമുണ്ട് യുവവൈദികന്. ഈ പട്ടാളക്കാരന് പാപമോചനം കൊടുക്കണം, പക്ഷെ അവന് പശ്ചാത്തപിക്കാൻ കഴിയണില്ല. അതാണ് മറ്റൊരവസ്ഥ. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ടാകും, തോമയെന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന, നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ഞാൻ പരിചയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ. അവൻ മരിച്ചുപോയി. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നത്, 2 വർഷം മുമ്പ് മരിച്ചു. അവൻ വന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൻ മരണപ്പെട്ടു. പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് 10-40 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനൊരു ദിവസം ഇങ്ങനെ ആരാധനയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അപ്പം എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് ഇവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞ കുമ്പസാരിക്കും. വീണ്ടും അവൻ വീണ് പോയൊരവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞ കുമ്പസാരിക്കും, നീ കുമ്പസാരിക്കും. അപ്പോൾ അവൻ പറയണേ, ഒരു പാപബോധം തോന്നണില്ലടോ, ഒരു പാപബോധം തോന്നണ്ടേ, ഒരു പാപബോധം തോന്നണില്ല. ഒരു 40 വയസ്സുകാരൻ എന്നോട് പറഞ്ഞതാണ്, മനസ്സിലായേ? ആളിന്ന് ഭൂമിയിലില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ആ പാപബോധം ഇല്ല എന്നതിന്മേൽ നിനക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ആ പാപബോധം ഇല്ല എന്നതിന്മേൽ നിനക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അതുണ്ട്, കണ്ടോ, അതുണ്ട്. അതാണ് ചുവട് വെക്കാനുള്ള ആഗ്രഹമെങ്കിലും മതിയാകും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പോയിന്റ്. അപ്പോൾ ഈ വൈദികൻ, ഈ പട്ടാളക്കാരന് കുമ്പസാരത്തിലൂടെ ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷെ സാധിക്കുന്നില്ല. എങ്ങനെ കൊടുക്കും? അവൻ പശ്ചാത്തപിക്കുന്നില്ല, പാപബോധമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആ വാക്ക്, അടുത്ത വാക്ക് ഞാൻ വായിക്കാൻ പോണോ നോക്കിയേ. പ്രചോദനത്തിൻ്റെ ഒരു ചെറിയ ശകലം എന്ന നിലയിൽ ഗാസ്റ്റൻ ചോദിക്കുകയാണ്, എവിടെ നിന്ന് കിട്ടിയ പ്രചോദനം? കണ്ടോ, പ്രചോദനത്തിൻ്റെ ഒരു ചെറിയ ശകലം എന്ന നിലയിൽ. കണ്ടോ, അവിടെ പരിശുദ്ധാത്മാവ് ഈ യുവവൈദികനെ, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന യുവവൈദികനെ പ്രചോദിപ്പിക്കുകയാണ്. എന്തെന്നാണ് പ്രചോദിപ്പിച്ചത്? അതാണ് പ്രചോദനത്തിൻ്റെ ഒരു ചെറിയ ശകലം എന്ന നിലയിൽ ഗാസ്റ്റൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഖേദിക്കുന്നില്ലെന്നതിൽ നിങ്ങൾക്ക് ഖേദമില്ലേ? ഇതിങ്ങനെയൊന്നായിരിക്കില്ല ചോദിച്ചേണ്ട. വളരെ ചിലപ്പോൾ ആ വൈദികനും അല്ലേ ഗാസ്റ്റനും കരഞ്ഞുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾ ഖേദിക്കോ? പ്രചോദനം ആരാ കൊടുക്കണേ? ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഗാസ്റ്റൻ എന്ന യുവവൈദികന് പ്രചോദനം കിട്ടി. ആര് കൊടുത്തു ആ പ്രചോദനം? പരിശുദ്ധാത്മാവാണ് ആ പ്രചോദനം കൊടുക്കണേ. കാരണം ഈ പട്ടാളക്കാരൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവൻ്റെ മരണം ഏത് നിമിഷവും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അവൻ ഈ അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിലോ അവനെ വീണ്ടെടുക്കണ്ടേ?
അതിനുള്ള ശ്രമമാണ് കർത്താവ് ഈശോ മിശിഹായുടെ. അതിൻ്റെ പ്രചോദനം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിലൂടെ ഈ യുവ വൈദികന് പ്രചോദനം കൊടുക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ചോദിച്ചു നോക്ക്, നീ ഖേദിക്കുന്നില്ല എന്നതിൽ നിനക്ക് ഖേദമില്ലേ? പശ്ചാത്താപമില്ലാത്തതിന്മേൽ നിനക്ക് പശ്ചാത്താപം ഉണ്ടോ? അപ്പോൾ ആ പട്ടാളക്കാരൻ ആവേശത്തോടെ ആ യുവാവ് മറുപടി പറഞ്ഞു, ഖേദിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഉണ്ടോ? ഖേദിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ആ വായിക്കുന്ന ഈ കുമ്പസാര എന്ന കൂദാശയെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നേ, അതൊന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൊന്ന് ഭാവനയിൽ കണ്ടേ. മനസ്സിലായോ? അത് കരയാതെ അല്ലെങ്കിൽ കണ്ണുനീര് വീഴാതെ ആ കുമ്പസാരത്തെ മറികടന്ന് ആ കൂദാശയെ മറികടന്ന് പോയിട്ടുണ്ടാകുമോ ആ കുമ്പസാരക്കാരനും കുമ്പസാരിപ്പിച്ച ആളും കുമ്പസാരം നടത്തിയ ആളും? എനിക്ക് തോന്നണില്ല. അപ്പോൾ നിങ്ങൾ ഖേദിക്കുന്നില്ലെന്നതിൽ നിങ്ങൾക്ക് ഖേദമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ആ അവസാന പ്രചോദനമാണ്, അവസാന പിടിവള്ളി. അപ്പം ആവേശത്തോടെ ഈ പട്ടാളക്കാരൻ പറയാണ്, ഖേദിക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനുദപിക്കാൻ കഴിയാത്തതിൽ ആ പട്ടാളക്കാരൻ ഖേദിക്കുന്നു. കണ്ടോ? അനുദപിക്കാൻ കഴിയാത്തതിൽ ആ പട്ടാളക്കാരൻ ഖേദിക്കുന്നു. ആ ദുഃഖം രേഖപ്പെടുത്തൽ കണ്ടോ? ശ്രദ്ധിക്കണേ, ആ ദുഃഖം രേഖപ്പെടുത്തൽ കരുണാമയനായ വൈദികന് ആ മനുഷ്യന് പാപമോചനം നൽകാനുള്ള തുറക്കലായി പരിണമിക്കുന്നു. ഉണ്ടോ? ആ ഒറ്റ വാക്കുമേൽ ഖേദിക്കുന്നില്ലെന്നതിൽ നിങ്ങൾ ഖേദിക്കുന്നില്ലേ? പശ്ചാത്തപിക്കാൻ കഴിയുന്നില്ല എന്നതിൽ നിങ്ങൾക്ക് ഖേദമില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ആ പാപമോചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. ക്ഷമിക്കലിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പം ഇതാണ് ഒരവസ്ഥ. എന്താണ് ഞാൻ ഈ CCCന്ന് ഇനി ഞാൻ വായിക്കണതാണ്. യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരനെ പോലെ ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണിത്. അപ്പോൾ പാപിയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ വേണം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു അവശ്യ വ്യവസ്ഥയാണ്, നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരു അവശ്യ വ്യവസ്ഥയാണ് എന്തെന്ന് യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. മാപ്പിരക്കൽ. അപ്പോൾ ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷയും ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്, പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ മറ്റൊരു തിന്മ ചെയ്യുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റണില്ല. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളവനെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ശകാരിക്കുകയോ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് ദിവസം അടുത്ത് ഒരു വീട്ടമ്മ എന്നോട് സംസാരിച്ചത്, മകൻ മദ്യപിക്കുന്നു, എന്താ ചെയ്യുക, എന്താണ് പോം വഴി? ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, അവനങ്ങാട് സ്നേഹിക്ക്. അവൻ മദ്യപിക്കുന്നു, നമ്മളും
മറ്റൊരു തിന്മകളിലൊക്കെ അല്ലേ? എന്നിട്ടത് അതിന് അതിന് പ്രചോദനം കൊടുക്കണമെന്നല്ല പറയണതിനർത്ഥം. അത് പ്രചോദനം കൊടുക്കലല്ല. അപ്പോൾ തോമസ് പോൾ എപ്പോഴും എൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ട്, അംബികാപൂർ ടു സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വൈദികരായ അച്ഛൻ ആ വണ്ടികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇടി വീണിട്ട് ഇതേപോലെ ആ ഹൈവേയിൽ നിന്ന് ഞാൻ കരഞ്ഞപ്പോൾ തോമസ് പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാം? ദൈവം നിന്നെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടിപ്പിടിക്കണം. ആളും അങ്ങോട്ട് കരച്ചു, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളത് കണ്ടിട്ട് ആളും കരയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹൈവേയിൽ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നു, ഞങ്ങളുടെ 3-4 വണ്ടികൾ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ട് കരയാണ്. അപ്പോൾ അത് കണ്ടത്, ഫിസിക്കലായിട്ട് ഞാൻ കണ്ടത് തോമസ് പോൾ എന്ന് പറഞ്ഞ വ്യക്തിയിലാണ്. ഇപ്പം നമ്മൾ ഈ പഠിക്കണില്ലേ, ഈ പഠിച്ചത് ഞാൻ ഫിസിക്കലായിട്ട് ഭൂമിയിൽ കണ്ടത് ക്രിസ്തുവിൻ്റെ കരുണ, ക്രിസ്തുവിൻ്റെ കാരുണ്യം എന്താണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് തോമസ് പോൾ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെയാണ്. അദ്ദേഹത്തിന് മാത്രമേ എന്നെ കൊണ്ടുകൊണ്ട് നടക്കാൻ പറ്റുള്ളായിരുന്നു. അതും എൻ്റെ ദൈവിക പദ്ധതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പറയും, എനിക്ക് ഒട്ടും ദേഷ്യം വന്നില്ല ഈ സംഭവം കണ്ടിട്ട്. ഈ വണ്ടി ഓടിക്കണത് ഒരു വൈദികനാണ്. ആ വൈദികനും ഈ ധ്യാനം 5 ദിവസത്തെ കൂടിയതാണെന്ന് ഓർക്കണം. ബിഷപ്പും ആ രൂപതയുടെ ബിഷപ്പും 100 ചില്ലായിനം വൈദികരും ഇടയും ധ്യാനം കഴിഞ്ഞിട്ട് അതിലൊരു വൈദികനാണ് ഞങ്ങളുടെ ഈ വണ്ടി, ഞങ്ങൾ ഇടിവീണി വണ്ടി ഓടിക്കണം. അപ്പം ഈ വൈദികൻ അവിടെ പോയി പറയുകയോ ഇല്ലയോ? അപ്പം തോമസ് പോളിൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? തോമസ് പോളിൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും. അപ്പോൾ അതൊക്കെ എന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ളതാണ്. അന്ന് എൻ്റെ ഹൃദയത്തിൽ അതൊക്കെ പതിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മറ്റേ മാനുവൽ മേവടെ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കഥയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവരൊക്കെ നമ്മളെ പിടിച്ചു കുലുക്കിയ ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിൽ. ഇവർക്ക് അങ്ങനെ ഇത് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ക്ഷമിക്കുന്നല്ലേ, തിന്മ ചെയ്യുന്നവരെ, പാപികളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ഒക്കെ പക്ഷെ എനിക്കിപ്പോഴും പറ്റണില്ല. എന്ത് ചെയ്യാൻ? നമ്മുടെ മുമ്പിൽ ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ നമുക്കത് അതിൻ്റെ പൂർണ്ണതയിൽ അവരെ സ്വീകരിക്കാൻ പറ്റണുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നുണയായി പോവും ഞാൻ പറഞ്ഞാൽ. അപ്പോൾ യാചനാരൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ്. ചുങ്കക്കാരനെ പോലെ ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നീതിനിഷ്ഠവും നിർമ്മലവുമായ പ്രാർത്ഥനയുടെ ഒരവശ്യ വ്യവസ്ഥയാണിത്. ഇനി അത് കഴിഞ്ഞിട്ട് പറയാണ് വിശ്വാസപൂർവകമായ വിനയം. അത് ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്വാസപൂർവകമായ വിനയം, വെറും വിനയമല്ല, വിശ്വാസപൂർവകമായ വിനയം. ഈ വിനയമാണ് ഈ വിശ്വാസപൂർവകമായ വിനയമാണ് നമ്മൾ ഔസേപ്പ് പിതാവിലും മറിയത്തിലുമൊക്കെ കണ്ടുവന്നത്. വെറും വിനയമല്ല, വിശ്വാസപൂർവകമായ വിനയം. അത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനിലും പല ഭാഗത്തും, പ്രത്യേകിച്ച് ഔസേപ്പ് പിതാവിലും മറിയത്തിലും നമ്മൾ കാണുന്നുണ്ട്. യേശുവിൽ തന്നെ നമ്മൾ കണ്ടു. അത് പിതാവിനോട് എങ്ങനെയാണ് വിശ്വാസപൂർവകമായ വിനയം അവൻ സമർപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവും തമ്മിലും, കണ്ടോ? പിതാവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവും തമ്മിലും. ഒരു സെക്കൻഡ്, ഇപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം കൂടി പറയട്ടെ. അത് പറയാതെ പോകണ്ട അല്ലേ? അങ്ങനെയാണ് പ്രേരണ കിട്ടണത്.
അത് പറയാനാണ് ഇപ്പോൾ പ്രേരണ കിട്ടുന്നത്. അതും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ തിന്മ നിറഞ്ഞ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറയുന്ന പറയണേ. അതായത് ഈ കാര്യം ഇതാണ്, നമ്മൾ നേരത്തെ പഴയ ആൾക്കാർ ഇത് കേട്ടിട്ടുള്ളതാണ്, വീണ്ടും ഒരു ആവർത്തനം അത് വീണ്ടും പറയാണ്. പുതിയതായിട്ട് ഇപ്പോൾ ഉള്ളവർക്കും അത് കേൾക്കാമല്ലോ. അതായത് എറണാകുളം സിറ്റി നഗരമധ്യത്തിലെ, ആ നഗരത്തിൻ്റെ മധ്യത്തിലെ ഒരു പ്രഗത്ഭമായ ഇടവക പള്ളി, ഞാൻ ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ അവിടെ ആ ഭണ്ഡാരത്തിൽ നിന്ന്, ഞാൻ ഓടിച്ചു പറയാണ്, ആ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത്, ഒരാൾ മോഷ്ടിക്കുന്നത് ഞാൻ പെട്ടെന്ന് കാണാനിടയായി. ആ ആളും പെട്ടെന്ന് സ്റ്റക്കായി. ഇപ്പോൾ എന്ത് സംഭവം, ഇപ്പോൾ ആളത് വളരെ പരിഭ്രമത്തിൽ ആളത് അങ്ങനെ ഇട്ടിട്ട് അതങ്ങനെ അങ്ങോട്ട് മാറി, പിന്നെ ആളെ കാണാനില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് ഭയങ്കര ദേഷ്യവും എല്ലാം കൂടി. അത് എന്താണ് ഈ നിർധനരായ രോഗികളെ സഹായിക്കുന്ന ഒരു സംഘടനയുടെ പേരെന്താണ്, നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള എന്താണ്, നാവിൻ തുമ്പത്തുണ്ടത് വരുന്നില്ല അല്ലേ, എന്താണ്, എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ആരും ഒന്നും മിണ്ടൂല. അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു ഗുണം. സെയിൻറ്റ് വിൻസെൻ്റ് ഡി പോൾ. അപ്പോൾ അതിൻ്റെ ആ ഭണ്ഡാരത്തിൽ നിന്നാണ്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികത്തിൽ നിന്നാണ് ഇത് എടുക്കുന്നത്, അല്ലാണ്ട് അല്ലേ. അപ്പം അത് നിർധനരായ രോഗികൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ പണം മോഷ്ടിക്കണം കണ്ടപ്പോൾ എനിക്ക് അത് അംഗീകരിക്കാനും പറ്റിയില്ല, ഒന്നും അല്ലേ, നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവനിട്ട് സത്യം പറഞ്ഞ അല്ലേ രണ്ടടി അടിക്കണമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാനിങ്ങനെ എണീക്കണത്. എണീറ്റപ്പോൾ കർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം എന്നോട് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ചോദിച്ചത്, ആർ യു പെർഫെക്റ്റ് എന്ന് ചോദിച്ചു. ആർ യു പെർഫെക്റ്റ്, നീ എല്ലാം തികഞ്ഞവനാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. നീ എല്ലാം തികഞ്ഞവനാണ്. അത് കേട്ട പാടെ ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷം അയാളെ കാണാനില്ല, പക്ഷെ അത് കേട്ട പാടെ ഞാൻ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ഞാൻ എല്ലാം തികഞ്ഞവനല്ല. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ അതിലോട്ട് പൂർണ്ണമായിട്ട് പോകണില്ല, ഞാനത് നേരത്തെ പറഞ്ഞു. പക്ഷേ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ തോന്നണം, നമുക്ക് അല്ലെ നമ്മൾ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എനിക്കങ്ങനെ അവിടെ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റിയത്. അതെൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ കഴിവേ അല്ല, അത് ദൈവം തന്ന കൃപ കൊണ്ടിട്ട് ഞാനങ്ങനെ എനിക്കത് ആ സ്വരത്തിൽ ഞാൻ അല്ലേ ആ സ്വരത്തിനോട് ഞാൻ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സഹകരിച്ചു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് ശരിക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ, അത് കാണിച്ചു തന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യവും കൂടി, ഇത് ഗൂഗിൾ മീറ്റിലൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രചന ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഇവിടെ വരുമായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് ചോദിച്ചത്, ആ വീട്ടമ്മ ചോദിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ കണ്ണൻ ആൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, അത് വീണ്ടും ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്, അതപ്പം തന്നെ തിരുത്തണ്ടേ? ശരിയല്ലേ, ഞാൻ പ്രോത്സാഹനം കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. അപ്പം ഞാനിങ്ങനെ കുമ്പിട്ടിങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് പറയണാണ്, നീ ഇപ്പോൾ അവളോട് ചോദിക്ക്. എന്നോട് പറയാണ്, 52-53 വയസ്സുള്ള വീട്ടമ്മയാണ്, പക്ഷെ കർത്താവ് എന്നോട് പറയാണ്, നീ ഇപ്പോൾ അവളോട് ഇങ്ങനെ ചോദിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ രചന ചേച്ചി ഈ ഇവിടെ ജീവിതത്തിൽ പാപങ്ങളെല്ലാം അല്ലേ, തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് അല്ലേ അതിൽ നിന്നൊക്കെ നമ്മൾ വിടുവിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ തോന്നണേ, വീണ്ടും അങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്യണം എന്ന് തന്നെയാണോ തോന്നണേ? അങ്ങനെയാണോ തോന്നണത്? ദൈവം നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്തു, ഈശോ അല്ലേ കുരിശിൽ മരിച്ചു.
അപ്പോൾ ഇപ്പോൾ നമുക്കെന്താ ഇപ്പോൾ തോന്നണേ? നമ്മൾ ആ പാപങ്ങളൊക്കെ വീണ്ടും ചെയ്യണം എന്നാണോ നമ്മൾ വിചാരിക്കണേ? അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരിക്കലും ഇല്ല, എപ്പോഴും സങ്കടമാണ് ഇതെല്ലാം അല്ലേ, നമ്മൾ പെട്ടെന്ന് ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു പോയിൻ്റാണ് ഈശോ പറഞ്ഞു, അപ്പോൾ ഈശോ ക്ഷമിച്ചത് ശരിക്കും നമുക്കൊരു പ്രോത്സാഹനം തരികയാണോ ചെയ്തേ? നീ വീണ്ടും പാപം ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? വീണ്ടും പാപം ചെയ്യാൻ പറഞ്ഞിട്ട് ഈശോ പാപങ്ങളെ ഏറ്റെടുത്തല്ലോ. അപ്പോൾ പാപങ്ങളൊക്കെ നമ്മുടെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോത്സാഹനം തരികയല്ലേ ഈശോയും ചെയ്തേ? അങ്ങനെയാണോ? കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമുക്ക് പാപം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ചെയ്തിരുന്ന ചില പാപങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല തിന്മകളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റണില്ല. അതെന്തുകൊണ്ടാണത്? കർത്താവ് ഈശോ മിശിഹായുടെ അല്ലെ പരിശുദ്ധ ത്രിത്വിക ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ ജ്വലിക്കുക അല്ലേ, നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു പ്രോത്സാഹനമല്ല, മറിച്ച് അവനെ ഇടിച്ച് തല്ലി ആൾക്കാരെ കൂട്ടി കുറേ വീഡിയോയും എടുത്ത് അവനെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്നും തല്ല് കിട്ടി അവനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ റിമാൻഡ് ചെയ്യും. അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ അവന് മാനസാന്തരം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയോ? അടുത്ത വലിയ ഭണ്ഡാരം നോക്കി അവൻ വീണ്ടും മോഷ്ടിക്കും. മനസ്സിലായോ? പക്ഷെ ഇവിടെ എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അവനോട് മിണ്ടാതിരുന്നതെന്ന് അവൻ എന്നെങ്കിലും ഒരിക്കൽ അറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കല്ലേ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. എപ്പോഴെങ്കിലൊക്കെ അവനോട് കർത്താവ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണതാണ്. അങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും അവൻ കടന്നു വരും. അങ്ങനൊരു മാനസാന്തരം അവന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായോ? എനിക്കൊരു പരിചയമില്ല ആളാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കണു എന്നെങ്കിലും ഒരു ദിവസം അവൻ കർത്താവ് ഈശോ മിശിഹായുടെ ആ അനുഭവത്തിലേക്ക് വരും. അപ്പോൾ അവന് മനസ്സിലാകും എന്തുകൊണ്ടാണ് അന്ന് കണ്ട ആൾ മിണ്ടാതിരുന്നത് എന്നൊക്കെ. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ അതിലോട്ട് പോകണില്ല ഇനി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ തിന്മ നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവം, നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ളവരാണെങ്കിലും സമൂഹത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിലും എല്ലാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ അവർ നിന്ന് അതൊക്കെ ചെയ്യണ കാണുമ്പോൾ, നീതികേട് കാണിക്കണ കാണുമ്പോൾ നമുക്ക് നമുക്ക് പറ്റണില്ല, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റണില്ല. നമ്മൾ അപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കണതാണ്. ഇനി ഇത് ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും നമ്മൾ തമ്മിലുമുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇനി അടുത്ത പോയിന്റാണ് ഈ ഖണ്ഡികയിലെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് അടുത്ത പോയിന്റ്? വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും. കണ്ടോ? ഈശോ എന്ത് പറഞ്ഞു? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഒരാൾ വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വചനം എന്താണ്? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. കണ്ടോ? ഞാൻ എൻ്റെ പിതാവിലും. കണ്ടോ? അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം ഇവിടെ എഴുതിയേക്കണം എന്താ? CCCയിൽ നോക്കിയ വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും. കണ്ടോ? അവരൊന്നാണ്.
ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിന്നെ അപ്പോൾ ആ ബന്ധം അല്ലേ, അവർ തമ്മിലുള്ള ബന്ധവും നമ്മൾ തമ്മിലുമുള്ള, നമ്മൾ കണ്ടോ. ഇനി 23-ാമത്തെ വചനം വായിച്ചേ. ഈ അധ്യായത്തിൽ തന്നെ 23-ാമത്തെ വചനം എന്താ പറയണേ? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കണ്ടോ, വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും നമ്മൾ തമ്മിലുമുള്ള ഐക്യം. കണ്ടോ, നമ്മൾ തമ്മിലുമുള്ള, ഈശോ പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ്, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ലേ? അപ്പം അങ്ങനെ പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ആണെങ്കിൽ അവരിൽ ആരുണ്ട്? നമ്മളുമുണ്ട്. മനസ്സിലായോ? നമ്മളുമുണ്ട്. നമ്മൾ തമ്മിലുള്ള, മനസ്സിലായോ? നമ്മൾ തമ്മിലുമുള്ള ഐക്യം, ആ ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എന്താണ് ആ വെളിച്ചം? ഇതാണ് ചോദ്യം. എന്താണ് ആ വെളിച്ചം? ആ വെളിച്ചം എന്താണ്? ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും നമ്മൾ തമ്മിലുമുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എന്താണ് ആ വെളിച്ചം? എന്താണ് അവിടെ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്? മനസ്സിലാവണില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പല കാര്യങ്ങളും അതിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട്, ചേർക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കാതലായൊരു കാര്യമുണ്ട്, കാതലായൊരു പോയിന്റ്. പല കാര്യങ്ങളും അതിൽ കൂട്ടിച്ചേർക്കപ്പെടാവുന്നതാണ്, പെടേണ്ടതുണ്ട്. പക്ഷെ കാതലായൊരു കാര്യം അതിലുണ്ട്. വിശ്വാസപൂർവകമായ വിനയം പിതാവും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവും തമ്മിലും നമ്മൾ തമ്മിലുമുള്ള ഐക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ മക്കളാണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു. മക്കളാണെന്നുള്ള ഒരു വെളിച്ചം നമ്മളിലുണ്ടാവും. ആ മക്കളാണ് എന്നുള്ള വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് എന്ത്? ഇതിൻ ഫലമായി നാം ചോദിക്കുന്നതെല്ലാം. കണ്ടോ, മക്കളാണെങ്കിൽ നാം എന്താണ്? അവകാശികളുമാണ്. മക്കളാണെങ്കിൽ ഞാൻ, മകനാണെങ്കിൽ ഞാൻ ആരാണ്? അവകാശിയുമാണ്. മനസ്സിലായോ? അവകാശിയുമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിൻ ഫലമായി നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കാരണം ഞാൻ ആരാണ്? നമ്മളാരാണ്? മക്കളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ചോദിച്ചത് എനിക്ക് കിട്ടണം. എന്നുവെച്ചിട്ട് ദൈവത്തിന് നിരക്കാത്തതൊന്നും പോയി ചോദിച്ചേക്കരുത്. മനസ്സിലായോ? അപ്പം മക്കളാണെന്നുള്ള വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഇത് തന്നെയാണ് ധൂർത്തുപുത്രൻ്റെ ജീവിതത്തിലുണ്ടായത്. അവൻ ദാസനായിട്ടെങ്കിലും ആ കുടുംബത്തിൽ, ആ രാജ്യത്തിൽ ഒരു അംഗമായിട്ട് കഴിയാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് എന്ത് ചെയ്തു? അവനെ മകനായി സ്വീകരിക്കുകയാണ്, മകനായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇതിൻ ഫലമായി നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. എന്തുകൊണ്ടാണ്? നാം മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അപ്പം 106 യോഹന്നാൻ്റെ 1 യോഹന്നാൻ 3:22 ഇതൊക്കെ അവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ അവിടെ എഴുതിയിരിക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ട് പറയാണ്, മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും. കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താണ്? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇതാണ് വിശുദ്ധ കുർബാനയിൽ അല്ലേ, മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും എന്ന് പറയുമ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ആദ്യമേ തന്നെ ഈ പ്രാർത്ഥനകളൊക്കെയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. കണ്ടോ, വിശുദ്ധ അല്ലേ, മാപ്പ് ചോദിക്കൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും
ഇനി രണ്ടാമത്തത് വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും ആവശ്യമായ വ്യവസ്ഥയാണ്. വ്യക്തിഗത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മനസ്സിലായോ? ആ ഖണ്ഡികയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ സൈഡ് ഖണ്ഡിക എഴുതിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട്, കണ്ടോ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഒരു പോയിന്റാണ് സ്വർഗസ്ഥനായ പിതാ. അപ്പോൾ ആ 2838 കൂടി ഒന്ന് നമുക്ക് 2838 കൂടി എടുത്തേ. അതും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. സമയം ഇച്ചിരി ഇതായ ഇല്ല ടൈം കറക്റ്റാണ്. 1.5 മണിക്കൂർ. 2838. അപ്പോൾ ഒറ്റ പോയിന്റാണ്. എന്താണ്? വ്യക്തിഗത അല്ലേ? മാപ്പ ചോദിക്കൽ വിശുദ്ധ കുർബാന എന്ന ആഘോഷത്തിലും വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും. അപ്പോൾ വ്യക്തിഗത പ്രാർത്ഥനയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയിൽ വരുന്ന ഈ പോയിന്റ്. ഏത് പോയിന്റാണത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന ആ പോയിന്റ്. അപ്പോൾ അതൊന്ന് ഓടിച്ചു വായിക്കുക. ഈ യാചന ആശ്ചര്യം ജനിപ്പിക്കുന്നു. അപ്പം ഇത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ഭാഗത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പം ഇതങ്ങനെ പെട്ടെന്ന് വായിച്ചാൽ ഇപ്പോൾ ഇടയിൽ കയറി വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒറ്റ പോയിന്റാണ് എന്ത്? വ്യക്തിഗത പ്രാർത്ഥനയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇത് കർത്തൃ പ്രാർത്ഥനയുടെ ആദ്യത്തെ 3 യാചനകളിൽ പരോക്ഷമായി ഉൾപ്പെടുമായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ബലി പാപപരിഹാരത്തിനാണ്. എന്നാൽ 2ാം ഭാഗമനുസരിച്ച് ഒരു നിബന്ധന കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നമ്മുടെ യാചന കേൾക്കപ്പെടുകയില്ല. ഈ യാചന കണ്ടോ, നമ്മളുടെ യാചന കേൾക്കപ്പെടുകയില്ല. എങ്ങനെ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെ കടങ്ങൾ നമ്മളോട് കർത്താവ് ക്ഷമിച്ചതുപോലെ അല്ലേ, നമ്മളും നമ്മുടെ കടക്കാരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. എന്നിട്ട് പറയാണ് ഈ യാചന ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭാവിയിലേക്ക് കണ്ടോ, ഇവിടെ പറയുന്ന ഭാവി ഏതാണ്? ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാവി എവിടെയാണ്? ഞാനത് പറയണില്ല അല്ലേ, മനസ്സിലായോ? നിത്യതയാണ്. ആ ഭാവിയിലേക്ക് കാരണം നമ്മുടെ പ്രത്യുത്തരം ആദ്യം വരണം. പോലെ എന്ന വാക്ക് അവയെ ഒരു തരത്തിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ ഖണ്ഡിക നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഒറ്റ പോയിന്റാണ് ഈ ഖണ്ഡികയിൽ എടുക്കേണ്ടത്. നമ്മൾ എന്താണ് എടുക്കേണ്ടത്? വ്യക്തിഗത പ്രാർത്ഥനയ്ക്കും ആവശ്യമായ വ്യവസ്ഥയാണ്. വ്യക്തിഗതമായ പ്രാർത്ഥനയ്ക്കും. മനസ്സിലായോ? അപ്പം അത് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ, കർത്തൃ പ്രാർത്ഥനയിൽ വരുന്ന ഈ ഭാഗത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ ജ്ഞാനം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരും പോവല്ലേ, ഞാൻ ഈ റെക്കോർഡിങ് ഉള്ളതുകൊണ്ടാണ്. റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യട്ടെ.